വഴുതക്കാട് തലസ്ഥാന നഗരത്തിലെ ഒരു കുപ്പിക്കഴുത്ത് പോലെയായിട്ടുണ്ട്. ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂളിന് പുറമെ നിരവധി സ്വകാര്യ സ്കൂളുകളുള്ള പ്രദേശമാണ്. സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ച മാത്രം. ഇപ്പോഴും രണ്ടു വശത്തു കൂടി പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ ഒരു വശത്തു കൂടി മാത്രമാണ്. ഒരു വശത്ത് സ്മാർട്ടാകാനായി വലിയ കുഴികളെടുത്തുള്ള നിർമ്മാണം നടക്കുന്നേ ഉള്ളൂ. നഗരസഭയുടെ വീഴ്ച കാരണമുണ്ടായ ദുരിതം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ലെന്ന വിമർശനം ജനങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ ഉന്നയിച്ചതോടെ പ്രതിപക്ഷം രംഗത്തിറങ്ങി. തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ആയിരക്കണക്കിന് പൊതുപ്രവർത്തകരും പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഴികൾ മൂടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങും. സ്കൂൾ തുറന്നിട്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് 2 ആൾ പൊക്കം 4 ആൾ പൊക്കമുള്ള ഈ കുഴികളിൽ വീണ് അപകടം സംഭവിച്ചാൽ, ജീവന് ഹാനി വന്നാൽ എന്ത് സംഭവിക്കും? നഗരസഭയിലെ BJP കൗൺസിലർമാർ കുഴിമൂടൽ സമരം പ്രഖ്യാപിച്ച് വഴുതക്കാട് ജംഗ്ഷനിൽ തുടക്കമിട്ടു. മൺവെട്ടികളും അർബാനകളുമായി എത്തി നിർമ്മാണത്തിനായി കുഴിച്ചിട്ടിരുന്ന കുഴി മണ്ണിട്ട് മൂടി പ്രതിഷേധിച്ചു. കരാറുകാർ കോൺക്രീറ്റ് പണിക്കായി കൊണ്ടുവന്ന മണലും കൗൺസിലർമാർ കുഴിയിലിട്ട് നിറച്ചു. അതിനിടെ റോഡ് പണി തടസ്സപ്പെടുത്തരുതെന്ന മുന്നറിയിപ്പുമായി പോലീസ് എത്തി. ഇതോടെ കുഴിമൂടൽ തുടരുമെന്ന് കൗൺസിലർമാരും പ്രഖ്യാപിച്ചു. പിന്നാലെ ബലപ്രയോഗത്തിലൂടെ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് MR ഗോപൻ, ഉപനേതാവ് കരമന അജിത്, തിരുമല അനിൽ എന്നിവരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. കൂടുതൽ വനിതാ പോലീസുകാരെ എത്തിച്ച് മുഴുവൻ കൗൺസിലർമാരെയും അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം മുതൽ ജനങ്ങളെയും കൂട്ടി രംഗത്തിറങ്ങി മറ്റിടങ്ങളിലെ കുഴികളും മൂടുമെന്നാണ് പ്രഖ്യാപനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.